രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ അതിജീവതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം. അറസ്റ്റിലായി 16 ദിവസത്തെ റിമാൻഡിന് ശേഷമാണ് ജാമ്യം. കുറ്റകൃത്യം ആവർത്തിക്കരുത് എന്നതടക്കമുള്ള ഉപാധികളോടെയാണ് കോടതി ജാമ്യം നൽകിയത്. അതിജീവതയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന ഒന്നും താൻ പറഞ്ഞിട്ടില്ലെന്നും പോലീസിനെതിരെയായിരുന്നില്ല, പുരുഷ കമ്മീഷന് വേണ്ടിയായിരുന്നു നിരാഹാരമെന്നും രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. വൈകിട്ട് 6 മണിയോടെയാണ് രാഹുൽ ഈശ്വർ ജയിൽ മോചിതനായത്. 16 ദിവസമായി റിമാൻഡിലാണെന്നും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും രാഹുൽ ഈശ്വർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞു. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷനും എതിർത്തില്ല. ഇതോടെ കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. ജയിൽ മോചിതനായ രാഹുൽ ഈശ്വറിനെ മെൻസ് കമ്മീഷന്റെ നേതൃത്വത്തിൽ മാലയിട്ട് സ്വീകരിച്ചു. അതിജീവിതയുടെ ഐഡന്റിറ്റി വ്യക്തമാക്കുന്ന ഒന്നും താൻ പറഞ്ഞിട്ടില്ലെന്നും പോലീസിനെതിരെയല്ല, മെൻസ് കമ്മീഷന് വേണ്ടിയാണ് നിരാഹാരം കിടന്നതെന്നും രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ജയിൽ മോചിതനായ ശേഷം സംസാരിക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ. ഞാൻ ആ ഫൈറ്റ് ചെയ്യുന്നത് ഈ സാധനത്തിന് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് മെൻസ് കമ്മീഷന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 16 ദിവസത്തോളം അങ്ങനെ വ്യാജ പരാതിയാണെന്ന് എനിക്ക് പറയാമല്ലോ. കേസിനെ കുറിച്ച് ആ വ്യാജ പരാതിയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ഒരു കള്ളപ്പരാതി എടുത്തൂടെ? കർശനമായ വ്യവസ്ഥകളോടുകൂടിയാണ് രാഹുൽ ഈശ്വറിന് ജാമ്യം അനുവദിച്ചത്. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഡിസംബർ 11 രാഹുൽ ഈശ്വറിനെ വീണ്ടും റിമാൻഡ് ചെയ്തത്. നേരത്തെ 2 തവണ കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. രാഹുൽ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും ജയിലിൽ നിരാഹാര സമരം നടത്തിയെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ജാമ്യം നിഷേധിച്ചത്. ഇതേ തുടർന്ന് നിരാഹാരം അവസാനിപ്പിക്കാൻ രാഹുൽ തയ്യാറായി. തുടർന്ന് ഇന്ന് ജാമ്യ ഹർജിയിൽ വാദം കേട്ട ശേഷം കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.